നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില സമയങ്ങളിൽ നാം മനസ്സറിയാതെ പർച്ചേസ് ചെയ്യാറുണ്ട്. ചില ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ പോലും ഓൺലൈനിൽ നിന്നും മറ്റും പർച്ചേസ് ചെയ്യാറുണ്ട്. പർച്ചേസ് ചെയ്തതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്നത് ഇത് എന്തിനാണ് പർച്ചേസ് ചെയ്തതെന്ന് പോലും. ചില സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് കമ്പനികൾ മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ലോക പ്രശസ്തനായ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് റോബർട്ട് സിയാൽഡിനി. അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു പുസ്തകമാണ് ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചില സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് പ്രാക്ടിക്കലായിട്ട് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൊന്നാണ് സോഷ്യൽ പ്രൂഫ്. അതായത് നാം ഒരു സമൂഹജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പുറത്തുപോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് പലപ്പോഴും തിരക്കുള്ള ഹോട്ടലിൽ നിന്നായിരിക്കും നാം ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുക. അതുപോലെ തന്നെ കൂടുതൽ റിവ്യൂസുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇത് രണ്ടും സോഷ്യൽ പ്രൂഫിന് ഉദാഹരണമാണ്. ഈ രണ്ട് സോഷ്യൽ പ്രൂഫ് സ്ട്രാറ്റജീസും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം. അതായത് ഓൺലൈനിൽ നമ്മുടെ റിവ്യൂസിൻ്റെ എണ്ണം കൂട്ടാം. അതുപോലെ തന്നെ നമ്മളൊരു ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ കസേരകളുടെ അല്ലെങ്കിൽ ടേബിളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് അപ്പോൾ കൂടുതൽ തിരക്കുള്ളതായിട്ട് അനുഭവപ്പെടും. ഇത് രണ്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് സ്ട്രാറ്റജീസിന് ഉദാഹരണമാണ്. മറ്റൊന്നാണ് സ്കേഴ്സിറ്റി. ഇത് നമ്മൾ ആമസോൺ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എണ്ണം കുറവാണ്, ഇത്രാം തീയതി വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നഷ്ടബോധം ഉണ്ടാകും. നഷ്ടബോധം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്. ഇത് കമ്പനികൾ വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ഇതാണ് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ട്രാറ്റജി. അടുത്തതാണ് ലൈക്കിംഗ്. ഇത് നമ്മുടെ ചില സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മളൊരു കടയിലേക്ക് പോകുന്നു. പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ സെയിൽസ്മാൻ്റെ സ്നേഹപൂർണ്ണമായ പെരുമാറ്റം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് കൂടുതലാണ്. അടുത്തതാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഡോക്ടർ നമ്മളോടൊരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മൾ ആ കാര്യം തീർച്ചയായും ചെയ്തിരിക്കും. കാരണം ആ ഡോക്ടറിനൊരു അതോറിറ്റി ഉണ്ട്. ഒരു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു, നമ്മളത് വാങ്ങിക്കും. കാരണം അവർക്ക് അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. മേൽപ്പറഞ്ഞ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് നമുക്കും നമ്മുടെ പ്രാക്ടിക്കൽ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും.